ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് എത്രയോ മുൻപ് പഞ്ചാബ് സാക്ഷ്യം വഹിച്ച മറ്റൊരു ക്രൂരതയായിരുന്നു 100-ലധികം സിഖുകാരെ പീരങ്കി ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ വധിച്ചത്. ഇവർ കുറ്റവാളികളായിരുന്നില്ല, മറിച്ച് ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും മതവികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ പശുഹത്യക്കെതിരെ നിലകൊണ്ട ധീരരായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പഞ്ചാബിലെ മലേർകോട്ട്ലയിൽ വൻതോതിലുള്ള പശുഹത്യയ്ക്ക് ബ്രിട്ടീഷുകാർ ബോധപൂർവം അനുമതി നൽകി. വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതിനായി ബ്രിട്ടീഷ് സംരക്ഷണയിൽ മുസ്ലിം കശാപ്പുകാരെ കൊണ്ട് കശാപ്പുശാലകൾ പ്രവർത്തിപ്പിക്കുകയും ചിലത് സുവർണക്ഷേത്രത്തിന് സമീപം തുറക്കുകയും ചെയ്തു. ഇത് അവിചാരിതമായിരുന്നില്ല, മറിച്ച് സമുദായങ്ങൾ തമ്മിൽ തല്ലാൻ ബ്രിട്ടീഷുകാർ നടപ്പാക്കിയ വിഭജിച്ചു ഭരിക്കുക എന്ന തന്ത്രമായിരുന്നു. എന്നാൽ വിഭജിക്കപ്പെടാൻ നാംധാരി സിഖുകാർ തയ്യാറായിരുന്നില്ല. ബാബ രാം സിംഗിന്റെ സന്ത് ഖൽസ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവർ സ്വന്തം വിശ്വാസത്തിനു വേണ്ടി മാത്രമല്ല, ഹിന്ദു പാരമ്പര്യത്തിൽ ആദരിക്കപ്പെടുന്ന പശുക്കളെ സംരക്ഷിക്കാനും മുന്നോട്ട് വന്നു. ഇത് ഹിന്ദു സിഖ് ഐക്യത്തിന്റെ വലിയൊരു ഉദാഹരണമായിരുന്നു. സിഖ് മതവിശ്വാസത്തെ അപമാനിക്കാനായി പൊതുസ്ഥലത്ത് ഒരു കാളയെ കശാപ്പ് ചെയ്തു. കശാപ്പുശാലകൾ അടച്ചുപൂട്ടിച്ചും പശുക്കളെ മോചിപ്പിച്ചും നാംധാരികൾ ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ ബ്രിട്ടീഷുകാർ ക്രൂരമായി തിരിച്ചടിക്കുകയും അമൃത്സറിലെ രാംബാഗിൽ വെച്ച് 4 നാംധാരി സിഖുകാരെ പരസ്യമായി വധിക്കുകയും ചെയ്തു. ഇതിനുശേഷം 1872 ജനുവരി 14-ന് ഏകദേശം 200 നാംധാരി സിഖുകാർ മലോദിലെ കോട്ട ആക്രമിക്കുകയും തൊട്ടടുത്ത ദിവസം പശുക്കളെ സംരക്ഷിക്കാനായി മലേർകോട്ട്ല നഗരം ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടീഷുകാർ അങ്ങേയറ്റം ക്രൂരതയോടെ അവരെ നേരിടുകയും 100-ലധികം സിഖുകാരെ തടവിലാക്കുകയും ചെയ്തു. 3 ദിവസത്തിന് ശേഷം 1872 ജനുവരി 17-ന് മലേർകോട്ട്ലയിൽ വെച്ച് 49 സിഖുകാരെ വധിക്കാൻ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ഉത്തരവിട്ടു. തൊട്ടടുത്ത ദിവസം 12 വയസ്സുള്ള ഒരു കുട്ടി ഉൾപ്പെടെ 66 സിഖുകാരെ കൂടി അവർ വധിച്ചു. പിടികൂടപ്പെട്ട നാംധാരി സിഖുകാരെ പീരങ്കിയുടെ വായയിൽ കെട്ടിയിട്ട് ചിതറിച്ചു കളഞ്ഞു. ഇന്ത്യക്കാരെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താൻ വേണ്ടിയുള്ള ശിക്ഷയായിരുന്നു ഇത്. നീതികേടിനെ അംഗീകരിക്കാൻ വിസമ്മതിച്ചു എന്നത് മാത്രമായിരുന്നു അവർ ചെയ്ത കുറ്റം. ഇന്ന് മലേർകോട്ട്ലയിലെ നാംധാരി ഷഹീദ് സ്മാരകം 1872-ൽ നാംധാരി സിഖുകാർ നടത്തിയ ഹൃദയഭേദകമായ ത്യാഗങ്ങളുടെയും സമാനതകളില്ലാത്ത ധീരതയുടെയും നിശബ്ദ സാക്ഷിയായി നിലകൊള്ളുന്നു.